അടികൊണ്ടവൻ, ഇടികൊണ്ടവൻ, കൊല്ലപ്പെട്ടവൻ, മർദ്ദിക്കപ്പെട്ടവൻ, ദുരന്തങ്ങൾക്ക് വിധേയനായവൻ, അവനൊരു പ്രാർത്ഥന മുഴങ്ങുമ്പോൾ അവന്റെ പ്രാർത്ഥന മേഘങ്ങൾക്കപ്പുറത്തേക്ക്, ആകാശങ്ങളുടെ ഉയരങ്ങളിലേക്ക് അവന്റെ നാഥനായ രക്ഷകനായ അല്ലാഹു ഉയർത്തിക്കൊണ്ടുപോകും. ആകാശത്തിന്റെ വാതിലുകൾ അവന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറക്കപ്പെടും. അല്ലാഹു പറയും, എന്റെ ഇസ്സത്തിനെ തന്നെ സത്യം, ലാൻസുറന്നക, ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. പാവപ്പെട്ടവനെ, മർദ്ദിതനെ, കഷ്ടപ്പെടുന്നവനെ, അന്യായത്തിന് വിധേയമാക്കപ്പെട്ടവനെ, അക്രമത്തിന് വിധേയമാക്കപ്പെട്ടവനെ, എന്റെ ഇസ്സത്ത് തന്നെയാണ് സത്യം, എന്റെ പ്രതാപം തന്നെയാണ് സത്യം, നിന്നെ ഞാൻ നിശ്ചയമായും സഹായിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു അവനോട് പറയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, മർദ്ദിതന്റെ പ്രാർത്ഥന അത് ഭയപ്പെടേണ്ടത് തന്നെയാണ്, അത് അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ള ആ ഒരു ഹദീസ് സംബന്ധമായിക്കൊണ്ട് തന്നെയാണ് ബഹുമാന്യ പണ്ഡിതൻ, അതുപോലെ തന്നെ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ MP കൂടിയായ അബ്ദുസമദ് സമദാനി സാഹിബ് ഇവിടെ പറഞ്ഞത്. മർദ്ദിതൻ്റെ പ്രാർത്ഥന അത് തള്ളപ്പെടാത്ത പ്രാർത്ഥനയാണ് എന്നുള്ളത് നമുക്കറിയാം. അത് ചോദിക്കുന്നവൻ അള്ളാഹുവിൽ നിന്ന് ഉത്തരം കിട്ടാൻ യോഗ്യനാവുക എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് അമേരിക്കയിൽ വലിയ തരത്തിലുള്ള തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ സെലിബ്രിറ്റികളുടെയൊക്കെ വീടുകളൊക്കെ നശിച്ചു പോയി. അമേരിക്ക എന്ന് പറയുന്ന അതിനൂതന സാങ്കേതിക വിദ്യകളുടെ ഒക്കെ രാഷ്ട്രമായ അമേരിക്കക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ആ കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് തീ കൊടുങ്കാറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പ്രതിഭാസങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹെലികോപ്റ്ററുകളിലൂടെ, വലിയ വലിയ ഹെലികോപ്റ്ററുകളിലൂടെ വെള്ളം സ്പ്രേ ചെയ്തിട്ട്, അതുപോലെ തന്നെ ഫൈറ്റർ വിമാനങ്ങളിലൂടെ, ബോംബർ വിമാനങ്ങളിലൂടെ ബോംബ് വർഷിക്കുന്നതിന് പകരമായിക്കൊണ്ട് തീ കെടുത്തുവാനുള്ള കെമിക്കലുകളും മറ്റു കാര്യങ്ങളും അത് വിതറിക്കൊണ്ടും ഒന്നും ഈ തീ അവരുടെ വരുതിക്കെത്തിയിട്ടില്ല. $150 ബില്യൺ ഇപ്പോൾ തന്നെ നഷ്ടമായിട്ടുണ്ട്. 100ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇനിയും അത് നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് കണ്ടിട്ട് ചില ആളുകൾ ഇത് ഗസ എന്ന് പറയുന്ന പ്രദേശം, ഫലസ്തീനോട് ഇസ്രായേൽ നടത്തുന്ന നരനായാട്ട്, അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അള്ളാഹു നൽകിയ ശിക്ഷയാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. മറ്റൊരു വിഭാഗം ആളുകൾ അവരെ അങ്ങനെയൊന്നും പറയണ്ട, നമ്മൾ നാളെയും കാണണ്ടേ എന്നുള്ള ആ ഒരു നിലയിലും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മർദ്ദിതന്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുക തന്നെ ചെയ്യും. അന്യായമായിക്കൊണ്ട് ആക്രമിക്കപ്പെടുന്ന ആളുകളുടെ പ്രാർത്ഥന കേൾക്കും. ഇവിടെ നമ്മൾ അന്യായമായിട്ടൊരു ജനത ആക്രമിക്കപ്പെടുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥന മാത്രമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് മറ്റൊരു തലത്തിലാണ്. ഞാൻ എൻ്റെ 2-3 വീഡിയോകളിലൂടെ പറഞ്ഞ ആ ഒരു വിഷയം തന്നെയാണ് ഒരിക്കൽ കൂടി അതൊന്ന് ആവർത്തിക്കുന്നു. സൂറത്ത് നിസായിലെ 75-ാമത്തെ ആയത്ത് പറയുന്നത്, വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദ്ഗഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ വജ്അൽ ലനാ മിൻ ലദുൻക വലിയ്യാ വജ്അൽ ലനാ മിൻ ലദുൻക നസീറാ. അക്രമികളായ ആളുകളുടെ, അത് ഒരുപക്ഷെ ഭരണകൂടമായിരിക്കാം, അല്ലെങ്കിൽ അക്രമികളായ ഒരു കൂട്ടം ജനതയായിരിക്കാം, അവരിൽ നിന്ന് കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ വയോവൃദ്ധരായ ആളുകളും അവർ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഫീ സബീലായിക്കൊണ്ട് ഇറങ്ങാത്തത് എന്നും അള്ളാഹു അതിൻ്റെ തുടക്കത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്. സൂറത്ത് നിസാ 75 അതിൻ്റെ വ്യാഖ്യാനം ഒന്ന് എടുത്തു നോക്കുക. ഇവിടെ ഫലസ്തീൻ ജനത അവർ ഈ അക്രമങ്ങൾ സഹിക്കുമ്പോൾ അവർ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ലേ,
റബ്ബന അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ വജഅൽ ലനാ മിൻ ലദുൻക വലിയ വജഅൽ ലനാ മിൻ ലദുൻക നസീറ. റബ്ബേ, ഈ അക്രമികളായ ഈ ളാലിമിൻ്റെ അഹ്ലുകാരിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരു രക്ഷകനെ കൊണ്ടാ, ഒരു സഹായിയെ കൊണ്ടാ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതിന് കെൽപ്പും പ്രാപ്തിയുമുള്ള ജനത, അറബ് ജനതയാവട്ടെ അല്ലാത്ത ജനതയാവട്ടെ, അവര് കണ്ണും അടച്ച് കൂരിരുട്ടാക്കിക്കൊണ്ട് അവര് ഈ വിലാപം കേട്ടില്ല എന്ന് നടിച്ചിരിക്കുമ്പോൾ അവർക്കല്ലേ അള്ളാഹു അങ്ങനെയാണെങ്കിൽ ആദ്യം അവൻ്റെ അദാബുകൾ ഇറക്കി കൊടുക്കേണ്ടത്. അമേരിക്കയിൽ ഇതിനു മുമ്പും കാട്ടുതീ, എന്തിന്, ഈ ഇസ്രായേലിൽ തന്നെ ഇതുപോലെ വലിയ ഒരു തീ ഒരു 4-5 ഒക്കെ വർഷം മുമ്പ് ഇതുപോലെ സംഭവിച്ചിരുന്നു. അന്ന് അമേരിക്കയും മറ്റു ലോകരാഷ്ട്രങ്ങളെല്ലാം അത് കെടുത്തുവാൻ ശ്രമിച്ചിരുന്നു. അവിടെ ഹമാസ് പോരാളികളും ഫലസ്തീൻ പോരാളികളും അവിടെ ആ ഒരു തീ കെടുത്തുവാനാണ് ശ്രമിച്ചത്. ഈ ഇസ്രായേലി എന്നും ഫലസ്തീന് എതിരായിക്കൊണ്ടാണ് അവർ നിലകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ നിരപരാധികളായ ആളുകൾ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ, അതൊക്കെ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമാണ്, ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടെ ഒരു കാട്ടുതീയിൽ പെട്ട് വെന്ത് മരിക്കുമ്പോൾ അവർ ഞങ്ങളോട് ചെയ്തതിന് അല്ലാഹ് എന്നാണ് നിങ്ങൾ അനുഭവിച്ചോ എന്നല്ല പറഞ്ഞത്. അള്ളാഹു ഈ ലോകത്ത് ഇതുപോലെ പല അദാബുകളും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ അങ്ങനെ വരുമ്പോൾ നിങ്ങളൊക്കെ അനുഭവിച്ചോ എന്ന് ആ ഒരു അടിസ്ഥാനത്തിലല്ലാതെ മനുഷ്യ സഹജമായ, പ്രാർത്ഥിക്കണമെന്നൊന്നും പറയുന്നില്ല, മോശമായ ആ ഒരു തരത്തിലുള്ള ആ ഒരു സംസാരങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അള്ളാഹുവിൻ്റെ അദാബാണെങ്കിൽ അവരനുഭവിക്കട്ടെ, അതിന് നമ്മളെടുത്ത് പറയേണ്ടതില്ല. കാര്യം നമ്മുടെ ദുആ കൊണ്ടാണ് എന്ന് നമുക്ക് ഉറപ്പില്ല, അല്ലേ? ഇനി ഇസ്രായേല് അവിടെ തകർന്ന് തരിപ്പണമായി കുത്തുവാള എടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവർക്ക് എന്താണ് അള്ളാഹു നൽകാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അവരെയും ഈ അമേരിക്കയെയും സഹായിച്ച് സന്തോഷിപ്പിച്ച് നടക്കുന്ന അറബ് ജനതയുണ്ട്. അവർക്ക് എന്താണ് നൽകാനുള്ളതെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെയാണോ അവർക്കൊക്കെ ഉള്ളത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്? ആദ് സമൂഹത്തിനും അതുപോലെ തന്നെ ഉള്ള ചില ഗോത്രങ്ങൾക്ക് അള്ളാഹു നൽകിയതുപോലെ ഇവിടെ തന്നെയാണോ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് അറിയില്ല. നാളെ പരലോകത്തേക്ക് ബാക്കി എന്താണ് വെച്ചിട്ടുള്ളതെന്നും അറിയില്ല. എന്തായാലും പ്രാർത്ഥന എന്നുള്ള ആ ഒരു കാര്യം അത് നമ്മുടെ ആയുധമാണ്. അത് കൈമുതലാക്കിക്കൊണ്ട് അള്ളാഹുവോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു അത് കേൾക്കുകയും അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും. നമുക്ക് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു നൽകുന്നതാണ്. അതിലുള്ള പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ട് പലതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് വെട്ടിത്തുറന്ന് പറയലുകൾക്ക് കുറച്ച് സാധ്യത കുറവുള്ളൊരു വിഷയമായതുകൊണ്ട് കുറച്ച് മിതത്വം പാലിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അക്രമികളുടെ അക്രമത്തെ തൊട്ട് സ്വന്തം കുടുംബത്തെ, സ്വന്തം നാട്ടുകാരെ ഒക്കെ രക്ഷപ്പെടുത്തുവാൻ ആ ഒരു അർത്ഥത്തിൽ പ്രാർത്ഥനയുടെ ഒപ്പം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.